എൻ്റെ ജനങ്ങളെ, നിങ്ങളിത് കേൾക്കണം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ വീട് വിട്ട് തൃശ്ശൂർ വരെ പോകാൻ പോവാണ്. എന്തിനാന്നൊക്കെ ഞാൻ വഴിയേ പറയാം. എനിക്ക് വയ്യ. ഈ മുടിഞ്ഞ നാട്ടിൽ എന്ത് ചൂടാന്നറിയോ? ഞാനാണ് ഈ വണ്ടിയെല്ലാം നോക്കുന്നത്. എനിക്ക് എന്തോരം ടെൻഷനാണെന്നറിയോ ഈ വണ്ടിക്കകത്തിരുന്നിട്ട്. ഇത് കണ്ടോ ഗൈസ്, ഇതൊരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോവുകയാണ്. എങ്ങോട്ടാണോ ഇവന്മാരെന്നെയും കൊണ്ട് പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ എൻ്റെ ഭഗവാനേ. പിന്നെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് മിയ, അവൾക്ക് ഞാൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മിയയുടെ കാര്യം വളരെ സങ്കടമാണ് കേട്ടോ. എന്തായാലും അവൾ രക്ഷപ്പെടും. എൻ്റെ ബ്ലഡാണല്ലോ ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ഞാനിനി അകത്തേക്ക് പോവുകയാണ്. എനിക്കൊരു എത്തും പിടിയൂല. ഇതെന്തൊരു വഴി, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? എന്നേതാ വെയിറ്റൊക്കെ അവർ നോക്കി. മിയക്കുട്ടി ഭയങ്കര സങ്കടത്തിലാണ്. എനിക്കാണെങ്കിൽ ആകെപ്പാട്ടിൽ ടെൻഷനും ചൂടുമായിന്നേ. എനിക്ക് പിന്നെയും വയ്യാണ്ടായി. കുറച്ചു നേരം എ സിക്കകത്തൊക്കെ എന്നെ വെച്ചു. പിന്നെ ഡോക്ടർമാർ വന്നു എൻ്റെ ആരോഗ്യമൊക്കെ നോക്കി. ഞാൻ സൂപ്പറാന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എനിക്ക് വയ്യ, മടുത്തു. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കാറിനകത്ത് വന്ന് പിന്നെ ഇരുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ചോരയെല്ലാം എടുത്തു. ഇത്തിരി നൊന്തെങ്കിലും ഞാൻ സഹിച്ച് പിടിച്ച് കിടന്നു. എൻ്റെ മുതലാളികൾ ചെറ്റകളല്ല. എന്തായാലും എനിക്ക് കരിക്കും വെള്ളവും ചോറും മീനും മുട്ടയും എല്ലാം വാങ്ങി തന്നു. ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോട്ടെ. കുടിക്കാൻ കുറേ മരുന്നൊക്കെ തന്നിട്ടുണ്ട്. എന്താകുമോ എന്തോ. ഞാൻ പോണേയാണ്.